ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചെടിത്തോട്ടത്തിലെ അടുത്ത പൂവായിട്ടാണ്. എന്താണെന്ന് അറിയാവോ? ബിഗോണിയ. ബിഗോണിയ എന്താണെന്ന് മിക്കവർക്കും അറിയത്തില്ല. ഈ ചെടിയുടെ പേരാണ് ബിഗോണിയ. ഇതിപ്പോ രണ്ട് ചെടിയാണ്, പക്ഷെ ഒരു കളറിലെ പൂവാണ്. റോസ് കളറിലെ പൂവ്. ബട്ട് അതിന്റെ ഇല എന്ന് പറയുന്നത് ചുമലയിലെ പച്ച ഇലയാണ്. ഈ അടുത്ത ആളെ പരിചയപ്പെടാം. വെള്ളപ്പൂവുള്ള ബിഗോണിയ. അതിന്റെ പച്ച ഇലയുള്ളതും അതിന്റെ ചുമല ഇലയുള്ളതുമാണ് ഈ കാണുന്നത്. അത് ഇനി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതിലോട്ട് പോവാം. ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. അതിനും പച്ച ഇലയുള്ളതുകൊണ്ട് ചുമല ഇലയുള്ളതുകൊണ്ട്. ചുമല എന്ന് പറയുന്ന ഒരു ബ്രൗൺ ഷെയ്ഡാട്ടോ. അടുത്തതാണ് ഇവൻ സിംഗിൾ ആണ്. ഇവന്റെ ചുമലപ്പൂവും പച്ചയിലയും. ഇവന് വേറെ കളർ ഉണ്ടോ എന്ന് അറിയത്തില്ല, നമുക്ക് ഇതിന്റെ പേര് കിട്ടിയിട്ടില്ല. നമുക്കിത് സിംഗിൾ ആയിട്ടാണ് ഇട്ടേക്കുന്നത്. ഇത്രയും കാണിച്ചത് മിനി ബിഗോണിയായും അതിന്റെ ചെറിയ പൂക്കളുമാണ്. പെറ്റൽസ് ഒന്നേ ഉള്ളൂ. ഇനി കാണിക്കാൻ പോകുന്നത് വലിയ ബിഗോണിയ, അതിന് ഡബിൾ പെറ്റൽസ് ഉള്ളതുമാണ് കാണിക്കാൻ പോകുന്നത്. നോക്കിക്കേ, ഒത്തിരി പെറ്റൽസ് ഉള്ള പൂവാണ്. വൈറ്റും പിങ്ക് ഷെയ്ഡാ വരുന്നത്. അതുപോലെ ഇതിന്റെ ഇലയും പച്ചയാണ്. ഇവന്റെ അടുത്തതിനെ കണ്ടാലോ? ദേ നോക്കിക്കേ, അടുത്ത് നിറച്ച് പെറ്റൽസ് ഉള്ള പൂവാണ്. പക്ഷെ ഇതിന്റെ ഇല വരുന്നത് ഒരു ബ്രൗൺ കളറാണ്. നമ്മളിത് ഔട്ട്ഡോറിലാട്ടാ വെച്ചേക്കുന്നേ. പിന്നെ ഇതിന് ഒത്തിരി വെള്ളമൊന്നും പാടില്ല, കാരണം ഇതിന്റെ തണ്ടെന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആണ്, പെട്ടെന്ന് അഴുകി പോകും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഷെയ്ഡിലാണ് വെച്ചേക്കുന്നത്. ഇതിന്റെ ഗ്രൂമിങ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിട്ടേച്ചാൽ മതി. പിന്നെ പെട്ടെന്ന് ഇത് നശിച്ചു പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് മദർ പ്ലാന്റ് അല്ലാതെ വേറെ കുറച്ച് ചെടികളും കൂടെ വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ, ചെടി നശിച്ചു പോകാതിരിക്കാനായിട്ട്. പിന്നെ ഇതിന് പൂവൊക്കെ ഇടാനായിട്ട് DAP, ചാണകവെള്ളം അതൊക്കെ ഒഴിച്ചാൽ മതി. ഇതെങ്ങനെ നടുന്നതെന്ന് കൂടി കാണിക്കാവേ. ഇതിന്റെ ഒരു തണ്ട് കൈകൊണ്ട് തന്നെ നമുക്ക് ഒടിച്ചെടുക്കാം. ഇത് ഇങ്ങനെ കിട്ടും. ഇതുപോലൊരു കുഴിയെടുത്ത് നമ്മൾ ചട്ടിലോട്ട് വെറുതെ നട്ടേച്ചാൽ മതിയേ. യാതൊരു വലിയ എഫേർട്ടിന്റെ ആവശ്യമില്ല. അപ്പോൾ ബിഗോണിയയുടെ വിശേഷങ്ങൾ തീർന്നിരിക്കുകയാണ്. ആർക്കെങ്കിലും ഈ ചെടി ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചെടി ഇത്രേ ഉള്ളൂ. ഒരു കൊച്ചിൻ്റെ ഈ ചെടി അവൈലബിൾ ആണ്. ചെറിയൊരു ചെടിത്തോട്ടമൊക്കെ ഉള്ള കാച്ചാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാവേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ.